ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട റേഷ് അച്ഛൻ, മിഷണറിയായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ക്രിസ്റ്റി അച്ഛൻ, പ്രിയപ്പെട്ട സുവിശേഷകരെ, പ്രിയപ്പെട്ട ഗായക സംഘാംഗങ്ങളെ, നമ്മൾ ഏതൊരു പിതാവിൻ്റെ സ്മരണയിലാണ് ഈ യോഗം നടത്തുന്നത്. അതിന് കാരണമായി തീർന്ന ബഹുമാനപ്പെട്ട ജോസി സാറും കുടുംബാംഗങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. വിവിധ ഇടവുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തിൻ്റെ നല്ല മാതൃകയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രദേശങ്ങളിൽ വന്ന് യാതൊരു പ്രതിഫലവും കൂടാതെ മറ്റൊന്നും ഇച്ഛിക്കാതെ സ്വയമേവ വന്ന് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ജോൺ സാറിനെ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ഇങ്ങനെയൊരു സുവിശേഷ യോഗം ക്രമീകരിക്കുവാൻ ആ കുടുംബത്തെ ഉപയോഗിച്ചതിന് പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്ന. സാധാരണ നമ്മൾ സ്മരണകൾ നിലനിർത്തുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലല്ലോ, കെട്ടിടങ്ങളും അങ്ങനെയൊക്കെയുള്ള മരാമത്ത് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ജനഹൃദയങ്ങളിൽ സുവിശേഷം എത്തിക്കുന്നതിനുള്ള ഒരു താല്പര്യം കാണിച്ച് പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ആദ്യകാലങ്ങളിൽ 90കളുടെ അവസാനമൊക്കെ ഞാൻ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇവിടുത്തെ പ്രവർത്തകനായിരുന്ന മിഷണറിയായ ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛൻ, ഞാൻ ആ ഇടവകയിൽ പ്രവർത്തിക്കുമ്പോഴാണ് സെമിനാരിയിൽ പോയതൊക്കെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൽ ഞാൻ ഏതിടവകയിൽ പ്രവർത്തിച്ചാൽ അവിടെ നിന്നെല്ലാം ഇവിടെ ഇടവ മിഷണന്മാരും ആളുകളുമായിട്ട് സന്ദർശിക്കുമായിരുന്നു. പ്രിയപ്പെട്ട സൈറസ് സാറിനെയും ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്നു. ഇവിടെ പ്രവർത്തിക്കുന്ന ഈ സുവിശേഷരെല്ലാം തന്നെ എനിക്ക് വളരെ പരിചയമുള്ളവരും എൻ്റെ ഇടവകാംഗങ്ങളായിരുന്നവരുമൊക്കെയാണ്. ബഹുമാനപ്പെട്ട അച്ഛന്മാർ, എനിക്ക് അസൂയ തോന്നുന്നു, വളരെ ചുറിയുറുക്കുള്ള കൊച്ചച്ഛന്മാരെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അവരെ നിങ്ങൾ ഉപയോഗിക്കണം. ഓടി നടക്കാൻ പ്രാപ്തിയുള്ളവരും അപ്രായം കുറഞ്ഞവരുമാണ്. അവരെ ഉപയോഗിച്ച് ദൈവനാമഹത്വത്തിന് വേണ്ടി ദൈവനാമം ഈ പ്രദേശത്ത് മഹത്വപ്പെടുവാൻ അവരെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശ്വസ്തനായ ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജ്ഞാനിയായിരുന്ന ശലോമോൻ ഒരു ചോദ്യം ചോദിക്കുന്ന സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ, മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുവനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആര് കണ്ടെത്തും? മിക്ക മനുഷ്യരും ദയാലുവായ ഒരുവനെ കാണും, പക്ഷെ വിശ്വസ്തനായ ഒരുവനെ ആര് കണ്ടെത്തും? ശലോമോന്റെ ചോദ്യമാണ്. ശലോമോൻ വളരെ പരിജ്ഞാനിയാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജ്ഞാനത്തെ വെല്ലുവാൻ ഇതുവരെയും ആർക്കും കഴിഞ്ഞിട്ടില്ല. എവിടെ നിന്നാണ് ശലോമോനെ പരിജ്ഞാനം ലഭിച്ചത്? ശലോമോൻ പതിവായി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ രാജാവായ ആളാണ് ശലോമോൻ. ആ വലിയ തിരക്കേറിയ ജീവിതത്തിനിടയിൽ അദ്ദേഹം പതിവായി പ്രാർത്ഥിക്കുവാൻ പോകുമായിരുന്നു. നമ്മളാണെങ്കിൽ തിരക്കൊന്നും ഇല്ലെങ്കിൽ തന്നെ പ്രാർത്ഥന മാറ്റിവെക്കും. നമ്മൾ ആദ്യം മാറ്റിവെക്കുന്നത് പ്രാർത്ഥനയാണ്, മറ്റൊന്നും നമ്മൾ മാറ്റിവെക്കത്തില്ല. എന്നാൽ ശലോമോൻ ഏത് തിരക്കിനെ മറ്റൊരു പ്രാർത്ഥിക്കുന്നവനാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്, പതിവായി ഗിബെയോനിൽ യാഗം കഴിക്കുവാൻ പോകുമായിരുന്നു. അങ്ങനെ ഒരു നാൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുന്ന പ്രാർത്ഥനയായിരുന്നു ശലോമോന്റെ പ്രാർത്ഥന. എങ്ങനെയാ ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തുന്നത്? ദൈവം പ്രത്യക്ഷപ്പെടുന്ന ഒരു മാതൃകാ പ്രാർത്ഥനയാണ് ശലോമോൻ. ശലോമോൻ മാതൃകാ പുരുഷനൊന്നുമല്ല, എന്നാൽ ശലോമോന്റെ പ്രാർത്ഥന നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. ശലോമോൻ പ്രാർത്ഥന ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? യഹോവേ, ദാവീദ് എന്ന നിന്റെ ദാസനെ നീ വലിയവനാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. ആരാണ് ദാവീദ്? ശലോമോന്റെ പിതാവാണ്. ഇസ്രായേലിലെ 2ാമത്തെ രാജാവാണ്, മഹാനായ രാജാവാണ്. ഇടയനായിരുന്നവനായ ദാവീദിനെ ദൈവം രാജാവാക്കി. അവൻ അങ്ങ് കാറ്റിൽ നിന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന ദാവീദിനെ. അപ്പോൾ ആ ദാവീദിനെ വലിയവനാക്കിയ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടാണ് ശലോമോന്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമുക്ക് വീണ്ടും തരണേ അല്ലേ, ആമീൻ കർത്താവേ, വേഗം തരണമേ, കൃപ താ, എപ്പോഴും നമ്മൾ താന്ന് പറഞ്ഞിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ സ്തോത്രത്തോടുകൂടെ വരണം. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യണം. നമ്മൾ ഈ മത്തമാക്കാർക്കൊരു എളുപ്പ വഴിയുണ്ട് സ്തോത്രം ചെയ്യാൻ. എങ്ങനെയാണ്? കോടാനുകൂടി സ്തോത്രം, അല്ലേ? ഒറ്റ വാക്കുകൊണ്ട് കോടാനുകൂടി. നിങ്ങൾ കോടി അർച്ചനയാണ് കേട്ടില്ല? കോടി അർച്ചന,
ലക്ഷാർച്ചന എന്ന് എഴുതി. ലക്ഷാർച്ചന കണ്ടു മടങ്ങും. ലക്ഷാർച്ചന എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈന്ദവ ലക്ഷാർച്ചന ലക്ഷം പ്രാവശ്യം അർച്ചന ചെയ്യുന്നതാണ് ലക്ഷാർച്ചന. കോടി പ്രാവശ്യം അർച്ചന ചെയ്യുന്നതാണ് കോടി അർച്ചന. നമ്മളാണെങ്കിൽ ഒറ്റ വാക്കുകൊണ്ടങ്ങ് പറഞ്ഞത്. അതുകൊണ്ട് ദൈവസന്നിധി വരുമ്പോൾ ദൈവം നമ്മളെ നടത്തിയ കഴിഞ്ഞകാല വഴികളെ, വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്യാൻ വല്ലതുണ്ടോ? ഇല്ല. നമുക്ക് എത്ര കിട്ടിയാലും പോരാ. നമ്മളെപ്പോഴും ഒരു നന്ദി തന്നെ ഹൃദയത്തോടെ ദൈവസന്നിധി വരണം. മർത്തമാസഭയിലെ ഒരു സീനിയർ വൈദികനായിരുന്നു ബഹുമാനോട് ജോർജ് വർഗീസ് ചുനക്കര, വൈദിക ട്രസ്റ്റിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നു. 30 വർഷം മുമ്പ് അദ്ദേഹം വികാരിയായിരുന്ന ഒരു പള്ളിയിൽ അദ്ദേഹം 30 വർഷത്തിന് ശേഷം വന്നു. പള്ളിയിൽ ആരാധന കഴിഞ്ഞ് അദ്ദേഹത്തെ ഒരു വീട്ടിൽ ഭക്ഷണത്തിന് കൊണ്ടുപോയി. ഒരമ്മച്ചിയാണ് അച്ഛനോട് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്, ഡ്രൈവറെ വീടാണ്, അച്ഛൻ കാറേ വന്ന അവർ ഞാനൊന്ന് പോവാണ് എന്ന് പറഞ്ഞ അമ്മച്ചി അങ്ങ് പോയി. അച്ഛൻ അമ്മച്ചിയൊന്നും പിടികിട്ടിയില്ല. കാരണം 30 വർഷം മുമ്പാണ് അവിടെ വികാരിയായിരുന്നത്. അച്ഛനെ അമ്മച്ചിയുടെ ഡ്രൈവറെ വിട്ടു. ഡ്രൈവർ കാറെ കൊണ്ടുപോയി അവിടെ വീട്ടിൽ കൊണ്ടുപോയി. ഭയങ്കര വീടാണ്, 3 നില കെട്ടിടമാണ്. അമ്മച്ചി ആ വീടിനൊപ്പിച്ചുള്ള അടിപൊളി ഭക്ഷണം അവർ കേൾക്കുന്നത്. എന്തൊക്കെ പേരെന്നോ അച്ഛൻ അറിയത്തില്ല. വിഭവം എന്നെ പേരറിയുന്ന കഴിച്ചപ്പോൾ അച്ഛനിങ്ങനെ കഴിച്ചിട്ട് നന്ദിയോടെ ഞാൻ ശ്രുതിപ്പാടി എന്ന പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചേച്ച് പോരാമെന്ന് കണ്ടപ്പോൾ അമ്മച്ചി അച്ഛനങ്ങ് പോകാനൊക്കത്തില്ല, എൻ്റെ വീടൊക്കെ ഒന്ന് കണ്ടേച്ചേ പോകാനൊക്കുള്ളൂ, എൻ്റെ വീടൊക്കെ ഒന്ന് കണ്ടേക്കാണ്, ഉണ്ടും പോയി കാണാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അച്ഛൻ ഇങ്ങനെ അമ്മച്ചിയുടെ പുറകെ പോയി. അമ്മച്ചി ഓരോ നില കയറി അവിടെ ചില മുറി ചെന്നിങ്ങനെ ഒരു കൈ അടിക്കുമ്പോൾ ഫാൻ കറങ്ങും, രണ്ടടിക്കുമ്പോൾ നിൽക്കും. ഇങ്ങനെ എന്തെല്ലാം ക്രമീകരണങ്ങളാണ്. പിന്നെ എല്ലാം പാത്തച്ചാച്ച പോകുന്നൊക്കെ പറഞ്ഞ് ചവിട്ടാൻ തോന്നത്തില്ല. അതുപോലെ ഇങ്ങനെ വിരിയുന്ന മുറികളൊക്കെയാണ്. നടന്നു അച്ഛൻ ക്ഷീണിച്ചൊരു തരത്തിലാണ് ഇറങ്ങിയത്. എന്നാൽ ഇനി പോട്ടെ അമ്മച്ചി, ഇനിയുണ്ടെന്ന് കാണാൻ. ഇനി അച്ഛൻ കണ്ടച്ച പറഞ്ഞു ഇനിയുണ്ട് കാണാൻ. അച്ഛൻ ഇനി എന്താ കാണാനാണ്? അമ്മച്ചി വീടിന്റെ പുറകിലോട്ട് നടന്നു. അച്ഛൻ അമ്മച്ചിയുടെ പുറകെ ചെന്നു. ആ വീടിന്റെ പുറകിൽ ഇങ്ങനെ ഷീറ്റ് ഇട്ട, ആസ്ബെസ്റ്റോസ് ഇട്ട ഒരു ഷെഡ് ആ വീടിന്റെ പുറകിൽ. അമ്മച്ചി അച്ഛനോട് അച്ഛൻ ആയിരത്തോട് പോയി കയറിക്കാട്ടെന്ന് പറഞ്ഞു. അച്ഛൻ ആയിരത്തോട് ചെന്ന് കയറിയപ്പോ അച്ഛന് പെട്ടെന്ന് ഓർമ്മ വന്നു. 30 വർഷം മുമ്പ് ഈ അമ്മച്ചി തന്നെ മക്കളോടെ താമസിച്ചിരുന്ന മൺകുടിൽ അതുപോലെ പ്രിസർവ് ചെയ്തിരിക്കുകയാണ് ആ ഷെഡിൽ. മൺകുടിൽ ഓർക്കുന്നുണ്ടോ? മൺകുടിലൊക്കെ എല്ലാം മറന്നുപോയി കാണും. മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന കുടില്, ചാണകം തേച്ച തറ, ഓലമേഞ്ഞ വീട്, ഇതൊക്കെ ഇപ്പൊ സ്വപ്നത്തിൽ പോലും നമ്മൾ കാണുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു മുടി ആ വീട്. അമ്മച്ചി ചോദിച്ചു, അച്ഛൻ ഇപ്പൊ എന്നെ ഓർമ്മയുണ്ടോ? ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു അമ്മച്ചി എന്ന് പറഞ്ഞു. 30 വർഷം മുമ്പ് വിധവയായ അമ്മച്ചി 2-3 മക്കളെ കൂടി അടുത്ത വീടുകളിൽ ജോലിയൊക്കെ ചെയ്ത് വളർത്തിയ വീടാണ്, മക്കൾ വളർന്ന വീടാണ്. അമ്മച്ചി പറയാ, അച്ഛൻ അങ്ങനെ എന്തായാലും കളയാത്തതെന്നറിയാമോ? എൻ്റെ മക്കളെല്ലാം വിദേശത്താണ്. വർഷം 2-3 പ്രാവശ്യം അവർ വരും. അവർ വരുമ്പോൾ താമസിക്കുന്ന ഈ വലിയ വീട്ടിലൊക്കെയാണ്, AC ഉള്ള വീട്ടിലാണ്. പക്ഷേ പോകുന്നതിന് മുൻപ് ഒരു പ്രാവശ്യമേലും ഞാൻ അവരെ ഈ വീട്ടിൽ കയറ്റി നിർത്തി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ ഞാൻ വിടത്തുള്ളൂ. ആ കുടിലിൽ നിന്നാണ് ദൈവം നിങ്ങൾ ഇതിലേക്ക് വളർത്തിയത്. ഒരിക്കലും മറക്കരുത്. നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ ആദ്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ഈ നന്ദിയും സ്തോത്രവുമാണ്. സ്തോത്രം. ശലോമോൻ അങ്ങനെയാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. യഹോവേ, ദാവീദ് എന്നൊരു ദാസനെ നീ വലിയവനാക്കി. രണ്ടാമത് ശലോമോൻ പറയുന്നത്, ഞാനൊരു ബാലനാണ്, കാര്യാദികൾ നടത്താൻ പ്രാപ്തിയില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുദപിക്കുക, ദൈവത്തിന്റെ അനുതാപത്തോടുകൂടെ വരിക. 2 പേര് പ്രാർത്ഥിക്കാൻ പോയി. ആരൊക്കെയാണ്? നമ്മൾ ഉറങ്ങാതിരിക്കാനാണ് ചോദിക്കുന്നത്. ആരൊക്കെ പ്രാർത്ഥിക്കാൻ പോയി? ഒന്നൊരു പരീശൻ, ഒന്നൊരു ചുങ്കക്കാരൻ. 2 പേര് പ്രാർത്ഥിക്കാൻ പോയി. ഒന്നൊരു പരീശൻ എങ്ങനെയാ പ്രാർത്ഥിച്ചേ? പരീശൻ പ്രാർത്ഥന ഇവന്റെ എന്തെങ്കിലും തല്ലാതെ വാഴ്ത്തുന്നു, പ്രൈസ് ദി ലോർഡ് പറഞ്ഞ പ്രാർത്ഥിക്കും, ഹല്ലേലൂയ അങ്ങനെ പുള്ളി പ്രാർത്ഥിക്കുന്നു. ഇവന്റെ ഒന്നും കൂട്ടല്ലായില്ല. മറ്റൊന്നെങ്ങനെയാ പ്രാർത്ഥിച്ചേ? കുറിയേലായിസോൻ. കർത്താവേ, എന്നോട് നമുക്ക് ഈ കുറിയേലായിസോനെക്കാട്ടി ഇഷ്ടം മറ്റേതല്ലേ? മറ്റേന്ന് പറയണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അഹങ്കാരത്തിൽ എന്ന് പറഞ്ഞ 1000 പ്രൈസ് ലോർഡിനേക്കാൾ കർത്താവ് അംഗീകരിക്കുന്ന ചങ്ക് പൊട്ടി പറയുന്ന ഒരു കുറിയേലായിസോനാണ്. കുറിയേലായിസോനാണ്. കർത്താവ് എന്നോട്, പാപിയായ എന്നോട്
അതവൻ പ്രാർത്ഥിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലോട്ട് പോയി. മറ്റവൻ അങ്ങനെയല്ല. അപ്പൊ കർത്താവിന്റെ സന്നിധി വരുന്നപ്പോഴും അനുദപിക്കണം. മൂന്നാമതാണ് ശലോമോൻ ചോദിക്കുന്നത്, എനിക്ക് വിവേകമുള്ളൊരു ഹൃദയം തരണം. പക്ഷേ ദൈവം പ്രസാദിച്ചത് എന്തുകൊണ്ടാണ്? വിവേകമുള്ള ഹൃദയം ചോദിച്ചുകൊണ്ടല്ല ദൈവം പ്രസാദിച്ചത്. ശലോമോൻ ഒരു കണ്ടീഷൻ വെച്ചു, എനിക്ക് വിവേകമുള്ള ഹൃദയം തരികയാണെങ്കിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടും. ഈ ജനത്തെ നീതിയോടെ ന്യായപാലനം ചെയ്യേണ്ടത് എനിക്ക് വിവേകമുള്ള ഹൃദയം തരണം. അതുകൊണ്ടാണ് ദൈവം ഒരാളെ അനുഗ്രഹിക്കുന്ന അവന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ നന്മയ്ക്കാണ്. അങ്ങനെ ശലോമോന് വിവേകവും ജ്ഞാനമുള്ള ഹൃദയം. ആ ശലോമോൻ പറയുകയാണ്, മിക്ക മനുഷ്യരും ദയാലുവായ ഒരുവനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുവനെ ആര് കണ്ടെത്തും? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് പാഠഭാഗമായി വായിച്ചത്. ദൈവം വിശ്വസ്തൻ. എന്തിനാ ദൈവം വിശ്വസ്തൻ? 1 യോഹന്നാൻ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തൻ. പാപം എന്ന് പറഞ്ഞാൽ എന്നാണ്? പാപം എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ചെല്ലേ, നിങ്ങൾ നല്ല മനുഷ്യരാണ്. പാപം എന്ന് പറഞ്ഞാൽ പോലും അറിയും. പാപം ക്ഷമിക്കുവാൻ ദൈവം വിശ്വസ്തൻ. ലോകത്തിൽ 800 കോടിയിലധികം ജനങ്ങളാണ്. 4000 മതങ്ങളാണ്. 20 പ്രധാന മതങ്ങളാണ്. ഈ മതങ്ങളെല്ലാം പറയുന്നത് ഞങ്ങളുടെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് മോക്ഷം പ്രാപിക്കാം. എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ്. എല്ലാ മതങ്ങളും നല്ല കാര്യങ്ങളാണ്. ഞങ്ങളുടെ കൂടെ കൂടിയാൽ മതി, ഞങ്ങളുടെ ഇതിനെ കാര്യം ചെയ്താൽ നിങ്ങൾക്ക് മോക്ഷം പ്രാപിക്കാം. എന്നാൽ എല്ലാ മതങ്ങളും പരാജയപ്പെട്ടിടത്ത് വേദോസം പറഞ്ഞ പദമാണ് കാലസമ്പൂർണതയെങ്കിൽ. ഈ മതങ്ങളെല്ലാം മനുഷ്യനിർമ്മിതമാണ്. എല്ലാ മതങ്ങളും യോജിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന് പല പേര് പറഞ്ഞേക്കാം. അള്ളാഹു എന്ന് പറയും, ബ്രഹ്മാവെന്ന് പറയും, യഹോവ എന്ന് പറയും. എങ്ങനെയാണെങ്കിലും ശരി, അവർ യോജിക്കുന്ന കാര്യം ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഏതും തോട്ടിൽ നിന്ന് അവൻ പുറത്തായി. എങ്ങനെ പുറത്തായത്? പാപം മൂലം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, കാണാൻ ഭംഗിയുള്ളതും തിന്നാൻ രുചിയുള്ളതും തിന്നാൻ ദൈവത്തെ പോലെ ആകുന്നതുമായ ഫലം തിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ മനുഷ്യൻ പുറത്തായി. ഏതെന്തോടൊക്കെ പുറത്തായി കഴിഞ്ഞപ്പോഴാണ് തിരികെ ദൈവത്തിന്റെ അടുത്തേക്ക് പോകണമെന്നുള്ള ആഗ്രഹം മനുഷ്യർക്കുണ്ടായത്. ആ ആഗ്രഹത്തിന്റെ ഫലമായി മനുഷ്യരുണ്ടാക്കിയതാണ് മതങ്ങൾ. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരുടെ തിരിച്ചു പോകാനായിട്ടുള്ള വിഫല ശ്രമമാണ് മതങ്ങൾ. എല്ലാ മതങ്ങളും പരാജയപ്പെട്ടിടത്താണ് കാലസമ്പൂർണത ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവനിലൂടെ ലോകത്തെ വീണ്ടെടുത്തു. അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ. മറ്റു മതങ്ങളെ പോലെ ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല. എന്താണിത്? ഇതൊരു വേ ഓഫ് ലൈഫ്, ഇതൊരു ജീവിത ശൈലി. നിങ്ങൾ ക്രിസ്ത്യാനിയാണ്. നിങ്ങളോട് ആരും ചോദിക്കാണ് നിങ്ങൾ എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്നല്ലോ അറിയാവോ? അബദ്ധത്തിൽ ചോദിച്ചെന്ന് വെച്ചോ, നിങ്ങൾ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനി ആയിരിക്കും എന്ന് ചോദിച്ചാൽ ചോദിക്കുന്നവനും പോക്കാണ്, നമ്മളും പോക്കാണ്. ഞാൻ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആത്മഹത്യയുടെ കാലമാണല്ലോ, ജീവിച്ചിട്ട് കാര്യമില്ല, ആത്മഹത്യ ചെയ്തേ. ആത്മഹത്യ ആണെങ്കിലും വെള്ളം കുടിച്ച് ചാകാമല്ലോ എന്ന് കരുതി അദ്ദേഹം തിരഞ്ഞെടുത്തത് കോഴഞ്ചേരി പാലമാണ്. ആ മാരാമൻ കൺവെൻഷൻ്റെ അടുത്ത് നല്ല പുണ്യ നദി, വെള്ളമൊക്കെ കുടിച്ചാകാം. അപ്പോൾ ഒരു അർദ്ധരാത്രി സമയത്ത് അദ്ദേഹം പമ്മി കോഴഞ്ചേരി പാലത്തെ ചെന്നു ചാടിച്ചാകാൻ. അപ്പൊ ഗതികേടിനുണ്ട്. ആറന്മുള സ്റ്റേഷനിലെ ഡ്യൂട്ടി പോലീസുകാരൻ എന്ന പാലത്തെ നിൽക്കുന്നു. ഒരിക്കലും നിൽക്കുന്നതല്ല, ഇവന്റെ ഗതികേട്ടാണ് രാത്രി പോലീസുകാരനാണ്. ഇവന്റെ ഈ പമ്മലും പരിങ്ങലും കണ്ടോട് പോലീസ് ഇവിടെ പോടാൻ ചോദിച്ചു. നിങ്ങൾ ഞെട്ടിപ്പോയില്ലേക്കും. അതുപോലെ അവനാണ് ഞെട്ടിപ്പോയി. ഈ പോലീസ് നിങ്ങൾ ഉണക്കാൻ വേണ്ടിയുടെ എന്നെ ചോദിച്ചു. ഈ പോലീസിന്റെ സ്റ്റൈലുണ്ടല്ലോ, ആ രീതിയിൽ അവൻ ചാകാൻ പോലെ. അവൻ ഈ പോലീസിനെ എന്താ പഠിക്കുന്നത്? അവൻ പറഞ്ഞു ചാകാൻ പോവാൻ. അതേ ടോണി പറഞ്ഞു. പോലീസ് ഇവനോട് എന്തിനാണ് ചാകുന്നത്? ഇവൻ തിരിച്ചൊരു സാധനം ജീവിക്കുന്നു. അപ്പോൾ അവിടെ പോലീസ് അതിനെക്കുറിച്ച് ആലോചിച്ചു, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്?
എന്നും തൊപ്പിയും വെച്ച് വടിയും പിടിച്ചിട്ട് മടങ്ങുന്ന കടമല്ലാതെ ഇന്ന് വരെ കാശ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഏതായാലും കഥ അവസാനിക്കുന്നത് രണ്ടുപേരും കൂടെ കയ്യെ പിടിച്ച് ആട്ടിച്ചാടി ചത്തുന്ന. അപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കുക എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനിയായാലും 3 പ്രാവശ്യം ചോദിക്കുന്നതിന് പോക്കാണ്. അതിന് വ്യക്തമായ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. എന്തുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായിരിക്കുന്നു? സ്വർഗത്തിലെ മഹിമകൾ വിടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്നെ രക്ഷിക്കുവാനാണ് യേശുക്രിസ്തു വന്നു. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക്, കുഴഞ്ഞ അവസ്ഥയിലേക്ക് യേശുക്രിസ്തു ഇറങ്ങി വന്നു. അതാണ് യേശുക്രിസ്തുവിന്റെ യുണീക്ക്നെസ്. എല്ലാ മതങ്ങളും പരാജയപ്പെട്ടെടുത്ത് ഹൈന്ദവ മാർഗത്തിലാണെങ്കിൽ 2 ന്യായങ്ങളാണ് രക്ഷയ്ക്കുള്ളത്. 2 മാർഗങ്ങൾ. ഒന്ന് മർക്കട ന്യായം. മർക്കടൻ എന്ന് പറഞ്ഞാലാ കുരങ്ങ്. കുരങ്ങ് പിള്ളേരെയും കൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇഷ്ടം പോലെ കുരങ്ങാണ്. ആന വരെ പിന്നെ കുരങ്ങ് മക്കളെയും കൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എങ്ങനെ പോകുന്നേ? ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് തള്ളക്കുരങ്ങ് ചാടുമ്പം ഈ കുട്ടിക്കുരങ്ങ് വേണെ പിടിച്ചിരുന്നോണം. തള്ള വല്ലതും ചെയ്യോ? തള്ള ശ്രദ്ധിക്കട്ടെ. ഈ കുട്ടിക്കുരങ്ങ് പിടിച്ചിരുന്നാൽ അതിനടുത്ത മരത്തേലെത്താം. അതാണ് മർക്കട ന്യായം. വേറെ ന്യായമാണ് മാർജാര ന്യായം. മാർജാരനാരാ? മാർജാരൻ പൂച്ചയാണ്. പൂച്ച എങ്ങനെ പിള്ളേരെ കൊണ്ടുപോകുന്നത്? കുഞ്ഞൊന്നും ചെയ്യണ്ട, തള്ള ചെയ്തോളൂ. ചുമ്മാ കുഞ്ഞ് ഇരുന്ന് കൊടുത്തേച്ചാൽ മതി, തള്ള കടിച്ചെടുത്തോണ്ട് പോകും. അതാണ് മാർജാര ന്യായം. അതെന്നാൽ ഹിന്ദു മാർഗത്തിലെ 2 രക്ഷാമാർഗങ്ങളാണ്. എന്നാൽ വേദോസമൃദ്ധം അങ്ങനല്ല. ഇവിടെ പറഞ്ഞത് എന്താണ്? നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ, നാം ദൈവസന്നിധി അനുതാപത്തോട് പാപം ഏറ്റു പറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ തക്കവണ്ണം ദൈവം വിശ്വസനം. ഇപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശലോമോൻ ചോദിച്ച ചോദ്യത്തിന് വേദോസം പറയുന്ന മറുപടിയാണ് ദൈവം വിശ്വസം. ഹിന്ദു നമ്മുടെ കേരളത്തിലെ ഭക്തകവിയായിരുന്ന മഹാകവി വള്ളത്തോട് മഗ്ദലന മറിയത്തെ കുറിച്ച് ഒരു കാവ്യം എഴുതിയിട്ടുണ്ട്. മഗ്ദലന മറിയം വലിയ കാവ്യം, മഹാകാവ്യം എഴുതിയിട്ടുണ്ട്. മഗ്ദലന മറിയായ വേദോത്സവത്തിലെ കഥാപാത്രമാണ്. ആ മഗ്ദലന മറിയത്തെ അദ്ദേഹം ഒരു വേശ്യാസ്ത്രീയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പട്ടണത്തിൽ പേരുകേട്ട കുപ്രസിദ്ധിയായ മഗ്ദലന മറിയം യേശുക്രിസ്തു ശിമോന്റെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് യേശുവിനെ സന്ദർശിക്കുന്ന രംഗമാണ്. യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്ന് കണ്ണുനീരുകൊണ്ട് കാല് കഴുകി മുടി കൊണ്ട് തുടച്ച് മൗനമായി പാപം ഏറ്റു പറഞ്ഞ ആ സ്ത്രീയെ കുറിച്ച് അദ്ദേഹം പറയണം, ആശു മറ്റെല്ലാം മറന്നിവൾക്കാശ്രയം യേശു മഹേശനെ ചെന്നു പറ്റി. ഇന്നലെ നാം കണ്ട തേവിടിശി പെണ്ണല്ല, ഇന്നിവൾ ചാരിത്ര്യ ചാരുമൂർത്തി. ഒറ്റനാൾ കൊണ്ടിതു മാറി മറഞ്ഞുപോയി, മറ്റൊരു ജന്മം ജനിച്ച പോലായി. യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്ന് കണ്ണുനീരോടുകൂടി കരഞ്ഞ പാപം ഏറ്റുപറഞ്ഞ് അനുദപിച്ച ഈ കുപ്രസിദ്ധിയായ സ്ത്രീയെ കുറിച്ച് അദ്ദേഹം പറയാം, ഇന്നലെ നാം കണ്ട തേവിടിശി പെണ്ണല്ല, ഇന്നിവൾ ചാരിത്ര്യ ചാരുമൂർത്തി. അതൊരു പാപഭാര എത്ര വലുതാണെങ്കിലും, എത്ര കഠിനമായ പാപത്തിന്റെ അധപ്പതലത്തിലാണെങ്കിലും നീ ദൈവസേനയിൽ വന്ന് പാപം ഏറ്റു പറയുമ്പോൾ പാപം ക്ഷമിക്കുവാൻ തക്കവണ്ണം ദൈവം വിശ്വസിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാത്രി എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനുള്ള പാപഭാരം ചുമന്നുകൊണ്ട് ആരും വരേണ്ട കാര്യമില്ല. യേശു നമ്മളെ ക്ഷമിക്കുന്നു. ഇതാണ് സുവിശേഷത്തിന്റെ ആദ്യത്തെ പടി. യേശു നമ്മളെ ക്ഷമിക്കുന്നു. പാപം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. എന്നെ നിങ്ങൾക്ക് പലർക്കും പരിചയമില്ല, ചിലർക്കൊക്കെ പരിചയം യൂട്യൂബിലൊക്കെ എൻ്റെ പ്രസംഗം കിടക്കുന്നതുകൊണ്ട് എനിക്ക് കേട്ടിട്ടുണ്ട്. ഞാൻ ജന്മനാ ഒരു ക്രിസ്ത്യാനിയല്ല. എൻ്റെ മാതാപിതാക്കൾ ഹിന്ദുക്കളാണ്, നായന്മാരാണ്. എൻ്റെ പിതാവിൻ്റെ പേര് കൃഷ്ണപിള്ള എന്നായിരുന്നു. എൻ്റെ അമ്മച്ചിയുടെ പേര് ദേവകി അമ്മ എന്നാണ്. പത്തനംതിട്ടയ്ക്ക് അടുത്തുള്ള കടമ്മനിട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ പിതാവിൻ്റെ വീട്. വഴുത്താനത്ത് മേച്ചേരിപ്പറമ്പിൽ കൃഷ്ണപിള്ളയാണ് എൻ്റെ പിതാവ്. വളരെ ഉയർന്ന സാമ്പത്തിക സാമൂഹിക സ്ഥിതിയുള്ള ഒരു നായർ തറവാടാണ് എൻ്റെ പിതാവിൻ്റെ. എൻ്റെ അമ്മച്ചിയുടെ വീട് കീക്കഴൂരാണ്. കീക്കഴൂർക്കാരാണ് ഇവിടെ. കീക്കഴൂർ വലിയ കാലായ ദേവകിയമ്മ, മുണ്ടപ്പിലാക്ക ദേവകിയമ്മയാണ് എൻ്റെ അമ്മച്ചി. നല്ല 2 നായർ തറവാടുകളാണ്. പക്ഷെ എൻ്റെ അമ്മച്ചി എന്നും സന്ധിക്ക് നാമം ജപിക്കുന്നരകത്തി എന്നെ കരകേറ്റി തിരുവയ്ക്കും വാഴിച്ചു വെച്ചുമ്പോൾ നാന്ന് കേട്ടിട്ടുണ്ട്. ഹിന്ദുക്കൾക്കൊക്കെ അങ്ങനെ ഒരു ഗുണമുണ്ട്. സന്ധ്യാസമയത്ത് ദീപം കൊളുത്തി നാമം ജപിക്കും. നമുക്ക് വല്ലതും ഉണ്ടോ? അന്നേരം നമുക്കെന്തോ അർച്ചന ചേച്ചി അല്ലേ, വിളക്കുമരം ഒക്കെയാണ് നമ്മുടെ വീടുകളിൽ. ഹൈന്ദവ വീടുകളിൽ ഇതൊക്കെയുണ്ട്.
നാമം ജപിക്കും. അപ്പൊ എല്ലാവരും വിചാരിക്കും ദേവികം എന്തിനും ഇങ്ങനെ നാമം ജപിക്കും, ഇത്ര നരകം എന്താ, വീട്ടിൽ പണമുണ്ട്, പ്രതാപമുണ്ട്, പിള്ളേരുണ്ട്, പിന്നെ എന്താ ഇത്ര. എൻ്റെ പിതാവ് ഒരു അമിത മദ്യപാനിയാണ്. അമിത എന്നൊന്നും പറയണ്ട, അമിത മദ്യപാനിയുണ്ടോ? ഇത്ര കുടിക്കും, അത് ചുമ്മാ പറയാം. തുടങ്ങിയതാണ്, കോട്ട മാത്രമേ കുടിക്കൂ, വെറുതെ അതൊക്കെ. കുടിച്ചാൽ കുടിയനാണ്. മിത മദ്യപാനി അമിത മദ്യപാനി എന്നൊന്നുമില്ല. ഈ ലോകത്തിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് നിശ്ചയമരത്തിൻ്റെ വീടെന്നല്ല, മദ്യപാനിയുടെ വീടാണ്. ഈ മദ്യപാനി എന്ന് പറഞ്ഞാൽ ആരാ? ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ ചിലരുടെയൊക്കെ ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ? കോവാലൻ, പാക്കരൻ, തോമ്മ, ജോറൂട്ടി. അതായത് പാവം പിടിച്ച് വഴി കുടിച്ച് കിടക്കുന്ന പാവങ്ങൾ മാത്രമല്ല കുടിയന്മാര്. ക്ലബിൽ പോയി കുടിക്കുന്നവനും ബാറിൽ പോയി കുടിക്കുന്നവനും ഓട്ടോക്കാരനെ വിട്ട് ബിവറേജിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് ഭാര്യയും ഭർത്താവും കൂടെ കുടിക്കുന്നവർക്ക് കുടിക്കണം. അവനെയൊക്കെ നമ്മൾ പിന്നെ പള്ളിയുടെ സെക്രട്ടറി ആക്കും, ട്രസ്റ്റി ആക്കും, സഭാ കൗൺസിലാക്കും എന്നൊക്കെയുള്ളു വലിയവൻ. ഏത് വലിയവനാണേലും കുടിയനാണ്, വീട് നരകമാണ്. അങ്ങനെ ഒരു നരകമായിരുന്നു എൻ്റെ വീട്. അതുകൊണ്ട് അമ്മച്ചി അങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ പിതാവ് ഒരു മോചനം ആഗ്രഹിച്ചു. ഈ എല്ലാ കുടിയന്മാർക്കും നന്നായി കൊള്ളാമെന്ന് ആഗ്രഹമാണ്. ഇല്ല, എല്ലാ ഡിസംബർ മാസം 31 രാത്രി അച്ഛന്മാർ പടിഞ്ഞാറോട്ട് കാസാബിലാസായങ്ങൾ തിരിയുമ്പോൾ എന്തൂരിൽ നെഞ്ചത്തടിയും കരച്ച് നിർത്തിയടി പിള്ളാരുടെ തലയൊക്കെ വെക്കുന്ന ഭാര്യ തല ഇന്ന് കേട്ടെ. പക്ഷെ ജനുവരി 6 ദനഹ ആകുമ്പോഴത്തേക്ക് എഗൈൻ ശങ്കരൻ കോക്കനട്ട് ട്രീ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ, കർത്താവ് നീ വരുമ്പോൾ ജനുവരി 5-ാം തീയതിക്ക് മുമ്പായിട്ട് വരണം. കാരണം കുറേ പേരും രക്ഷപ്പെടും. അതായത് നമ്മൾ എല്ലാവർക്കും രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമാണ്. എൻ്റെ പിതാവ് 14 വർഷം ശബരിമലയിൽ പോയി. പാപഹരി പാപഹര ഇപ്പം എൻ്റെ സീസണാണ്. അതായത് ചെരുപ്പിടാതെ പോയി അയ്യപ്പനെ തൊഴുതാൽ പാപഹരിക്കപ്പെട്ടവനായി മടങ്ങി. അങ്ങനെ കഠിനമായ നൊയമ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? മർത്തോമാക്കാരി നോക്കാതെ നൊയമ്പ് വീടുന്ന ഏക ഗ്രൂപ്പാണ് മർത്തോമാക്കാരി. നമുക്ക് നൊയമ്പ് വീടല്ലേ ഉള്ളൂ, നൊയമ്പില്ല. കഠിനമായ നൊയമ്പ് നോറ്റ് ശബരിമലയിൽ 14 വർഷം പോയി. എരുമേലി ചെന്ന് പേട്ടതുള്ളി 14-12 വർഷം കഴിഞ്ഞാൽ പിന്നെ പെരിയസ്വാമിയാണ്. അങ്ങനെയൊക്കെ പോയതാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ കേൾക്കുന്നത് പരിത്രാണായ സാധൂനം വിനാശായ ദുഷ്ടം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് നീതിമാന്മാരെ രക്ഷിക്കാൻ യുഗങ്ങൾ തോറും അവതരിക്കുവാൻ ദൈവങ്ങളുടെ മുൻപാകെ. എൻ്റെ പിതാവിൻ്റെ പേര് ഞങ്ങളുടെ അപ്പൂപ്പനും അമ്മയും ഇട്ടത് കൃഷ്ണപിള്ള എന്നാണെങ്കിലും അദ്ദേഹത്തിന് 10-20 വയസ്സായപ്പോൾ നാട്ടുകാരെ വിളിച്ചത് KD കൃഷ്ണപിള്ള എന്നാണ്. KD എന്ന് പറഞ്ഞ ഇനിഷ്യലല്ല, സ്വഭാവം കൊണ്ട് വിളിച്ചതാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്കെന്താണ് നീതിമാന്മാരെ തേടി ദൈവങ്ങളുടെ അടുത്ത് രക്ഷ. അദ്ദേഹം തിരിച്ചു വന്ന് നോമ്പ് നോറ്റതിന് കേട് തീർത്ത് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ നാശത്തിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഏറ്റവും സങ്കടം, അദ്ദേഹത്തിന് ഇടത്തും വലത്തും നടന്ന് മദ്യപിക്കുന്ന 2 ക്രിസ്ത്യാനികളായി. അങ്ങനെ ഒരു ഗുണമാണ്. വാങ്ങിച്ചു കൊടുത്താൽ വേണ്ടാന്ന് പറയത്തില്ല, കുടിച്ച് സഹായിക്കും. ഒന്നൊരു മർത്താമ്മക്കാരൊന്ന് വേറെ സഭക്കാരൻ. ഒരു ദിവസം കുടിച്ച് വയറ് നിറഞ്ഞപ്പോൾ മർത്താമ്മക്കാരൻ അച്ചായൻ പറഞ്ഞു, പിള്ളാച്ച നമുക്ക് ഇനി യോഗത്തിന് പോകാം. ചിലർക്ക് ഇങ്ങനെ ഇടകത്തി എന്നാണ് യോഗത്തിന് പോകണം. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയതാണ് റാന്നി ഉദിമൂട് ഒലുമല കൺവെൻഷൻ. കിഴക്കിൻ്റെ മാരാമണം എന്നൊരു വലിയ കൺവെൻഷനാണ് അന്നത്തെ കാലത്തെ. തലേക്കെട്ടും കെട്ടി 2 കടാരി നിധി KD കൃഷ്ണപിള്ളയും ഇടത്തും വലതും തുരുമ്പ് വെളിവില്ലാതെ ക്രിസ്ത്യാനി കൂട്ടുകാരും. പന്തലിൽ കയറാൻ തെങ്ങേച്ചായിരുന്നു, വലിയ പന്തലാണ്, വെളി തെങ്ങേച്ചായിരുന്നു. അപ്പൊ ഇവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ സംഘാടകർക്ക് പേടിയാണ്. ശല്യമൊന്നും ഉണ്ടാക്കുന്ന ആളല്ല. അന്ന് പ്രസംഗിച്ചത് ആരാണെന്ന് ഓർമ്മയില്ല, പക്ഷെ ബാക്കി ഓർമ്മയുണ്ട്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാണല്ലോ മനുഷ്യപുത്രം വന്നത്. ലൂക്കോസ് 19:10. ആ വാക്യം ആസ്പദമാക്കി കാൽവരിക്ക് പോയിട്ട് തെരഞ്ഞ മഹാസ്നേഹത്തെ കുറിച്ച്, പാപികളെ തിരഞ്ഞു പിടിക്കുന്ന സ്നേഹത്തെ കുറിച്ച് പ്രസംഗിച്ച ദൈവദാസൻ പരിശുദ്ധാത്മാവിന്റെ നിറയ്ക്കും. പരിശുദ്ധാത്മാവ് ധൈര്യത്തിന്റെയും ശക്തിയുടെയും ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവിനെ നിറയപ്പെട്ടപ്പോൾ ആരെ പേടിക്കണം? ദൈവത്തിന്റെ ആത്മാവിനെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ കാൽവരിയിലെ മഹാസ്നേഹത്തെ കുറിച്ച് പ്രസംഗിച്ച ദൈവദാസ് തലേക്കെട്ട് കെട്ടി 2 കടാരി കുടിച്ച് വെളിവില്ലാതെ നിൽക്കുന്ന കൃഷ്ണപിള്ളയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു,
സഹോദരാ, യേശു നിന്നെയും സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം പറഞ്ഞു, നിന്നെ യേശു സ്നേഹിക്കുന്നു. നിന്റെ തകർന്ന ജീവിതത്തിലേക്ക് യേശു പ്രവേശിച്ച കുടുംബജീവിതം അനുഗ്രഹിക്കുമ്പോൾ യേശു നിന്നെ സ്നേഹിക്കുന്നു. 3 പ്രാവശ്യം. സഹോദരാന്ന് വിളിച്ചപ്പോൾ തന്നെ പകുതി മാനസാന്തരപ്പെട്ട് കാണും. എന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ടെങ്കിൽ എന്റെ ശിഷ്ടായുസ ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് കരിമ്പാറ തകർക്കുവാൻ കെൽപ്പുള്ള ചുറ്റികയായ ദൈവത്തിന്റെ വചനത്തിന്റെ പിതാവിനെ കീഴ്പ്പെടുത്തി. എന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ടെങ്കിൽ എന്റെ ശിഷ്ടായുസ ദൈവത്തിന് വേണ്ടി ഒന്ന് കടാരിന്റെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ദൈവകരങ്ങളിലേക്ക് എടുത്തു ചാട്ടം വെച്ചു കൊടുത്തു എന്റെ പിതാവ്. അന്നെല്ലാവരും പറഞ്ഞു, KD കൃഷ്ണയുടെ മാനസാന്തരം മുറ്റിയാൽ 3 മാസം. അതൊരു പഴഞ്ചൊല്ലായി ആ പ്രദേശത്തെ. കാരണം നടക്കുന്ന കാര്യമല്ല. എന്നാലിപ്പോൾ 68 വർഷമായി. എൻ്റെ വയസ്സാണ് എൻ്റെ പിതാവിൻ്റെ മാനസാന്തരത്തിന്. ഞാനൊരു വിചിത്ര ജീവിയാണ്. എന്താണെന്നറിയാം എൻ്റെ വൈചിത്ര്യം? ഞാൻ ഉരുവായപ്പോൾ എൻ്റെ മാതാപിതാക്കൾ നായന്മാരായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ അത് ക്രിസ്ത്യാനി. അങ്ങനെ നായരായി ഉരുവാകുകയും ക്രിസ്ത്യാനിയായി ജനിക്കുകയും ചെയ്ത ലോകത്തിലെ ഏക അച്ഛനാണ് ഞാൻ. ദൈവത്തിന്റെ സ്തോത്രം. അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതം സ്വർഗീയ ആനന്ദം അനുഭവിക്കുന്ന ഭവനമായി മാറി. നരകതുല്യമായ ഞങ്ങളുടെ ജീവിതം സ്വർഗീയ ആനന്ദം അനുഭവിക്കുന്ന ഭവനമായി മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ തലമുറയിൽ 5 പേര് മാർത്തോമാ സഭയിലെ സുവിശേഷ പ്രവർത്തകരുണ്ട്. ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ മൂത്ത സിസ്റ്ററിൻ്റെ മകൻ നമ്മുടെ അച്ഛനാണ്, ഹോസ്കോട്ടയിലെ സൂപ്രണ്ടാണ് ഇപ്പോൾ. ഞങ്ങളുടെ മൂത്ത മകൻ നമ്മുടെ അച്ഛനാണ്, ബോംബെ പ്രവർത്തിക്കുന്നത്. 2ാമത്തെ മകനെ ഞങ്ങൾ അതിനുവേണ്ടി സമർപ്പിച്ചതാണ്. പിന്നെയും നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുന്നു. ദൈവത്തിന് അന്ധകാര ദൈവങ്ങളുടെ അത്ഭുത പ്രകാശത്തിലേക്ക് ഒറ്റ പ്രസംഗം. പാപം മോചിക്കുന്നവനായ യേശു, മറ്റൊരു രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ദൈവം വിശ്വസിച്ചു. ഈ പാപക്ഷമ അനുഭവിക്കണം. ഈ പാപം വെച്ചു നമുക്ക് വിജയകരമായ ജീവിതയാത്ര സാധ്യമല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ പാപം ഏറ്റുപറയാൻ ഈ രാത്രി പാപമോചനത്തിന്റെ രാത്രിയായി തീരണം. അതൊരു വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും പ്രസംഗിക്കാറുണ്ട്, നമ്മുടെ ഓരോ പ്രസംഗവും നമ്മുടെ അവസാനത്തെ പ്രസംഗ കേൾവിയാണെന്ന് ഓർക്കണം. നിങ്ങളെല്ലാം നല്ല മനുഷ്യർ, പക്ഷെ മാറ്റി വെക്കുകയാണല്ലേ. പ്രായമായില്ല, നമ്മൾ മാറ്റി വെക്കുക. അങ്ങനെ മാറ്റി വെക്കല്ലേ. ഓരോ പ്രസംഗവും നമ്മുടെ അവസാനത്തെ പ്രസംഗമാണെന്ന് കേൾക്കുന്ന നിങ്ങളും വിചാരിക്കണം, പ്രസംഗിക്കുന്ന ഞാനും വിചാരിക്കണം. എന്നെ അത് പഠിപ്പിച്ചത്. ഞാൻ വിദേശത്തൊക്കെ പ്രസംഗിക്കാൻ പോയി. അവിടെ ഇടവകയുടെ ജൂബിലിയായിരുന്നു, വിദേശത്താണ്. അപ്പം നമ്മുടെ വികാരി അച്ഛൻ, അവിടുത്തെ വികാരി അച്ഛൻ എന്നെ സ്വാഗതം ചെയ്തങ്ങ് പൊക്കി. മാർത്തോമാ സഭയുടെ അഭിമാനമാണ്, ആനയാണ്, കൂനയാണെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങ് പൊക്കി. പൊക്കിയാൽ പിന്നെ പൊങ്ങാതിരിക്കാൻ പറ്റുമോ? ഞാൻ അല്പം പൊങ്ങിയാണ് ഈ പ്രസംഗത്തിന് ഇവിടോട്ട് വന്നത്. ഇവിടോട്ട് വന്നെന്ന് കണ്ണു തുറന്ന് ധ്യാനിച്ച് നോക്കിയപ്പോൾ ഇവിടെ എഴുതി വെച്ച ഇത് നിന്റെ അവസാനത്തെ പ്രസംഗമായിരിക്കും. നിങ്ങളെന്താ ചിരിച്ച് അറിയാനൊക്കോ? ആനയൊക്കെ ഉള്ളതുകൊണ്ടാണ്. അറിയാനൊക്കോ? എന്താ ചിരിച്ച്? ദിസ് മേ ബി യുവർ ലാസ്റ്റ് സെർമൺ. ഞാൻ അന്നൊരു പാഠം പഠിച്ച് പറയാനുള്ളതൊക്കെ പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞെങ്കിലും ഓരോ പ്രാവശ്യവും നമ്മൾ വചനം കേൾക്കും, ഇതിൻ്റെ അവസാനത്തെ വചനയിൽ മാറ്റി വെക്കരുത്. ഈ രാത്രി ഒരു പാപമോചനത്തിന്റെ രാത്രിയായി തീരണം. കർത്താവിന്റെ അനുതാപത്തോടുകൂടി വന്ന് ഹൃദയമായി പാപമേറ്റ് പറയണം. അപ്പോൾ നോവും. എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ മൂത്ത സഹോദരങ്ങളെ അടിച്ച് പുറത്താക്കണം. നീ നിന്റെ മക്കളുടെ വഴിയെ തെണ്ടുമെന്ന് പറഞ്ഞ എൻ്റെ അമ്മമ്മയുടെ പേര് കല്യാണിന്നെന്നോ. നീ നിന്റെ മക്കളുടെ വഴിയെ തെണ്ടുമെന്ന് പറഞ്ഞ് പെരുവഴിയിലേക്ക് ഇറക്കി വിട്ട് 1 സെന്റ് സ്ഥലം തരാതെ വടിയടച്ച് പിണ്ടം വെച്ച്, ഇരിക്കപ്പിണ്ടം വെച്ചു. അതായത് ജീവിച്ചിരിക്കത്തന്നെ മരണതുല്യരായി കരുതി പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടു. അതുകൊണ്ട് നോവും. നിങ്ങൾ നമ്മൾ പൊത്തുവരുത്തത് നിങ്ങൾക്ക് വല്ല വേദനയുണ്ടോ? എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? സ്വതന്ത്രമായി തരുന്ന 1 രൂപ അല്ലാതെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഞാൻ കായംകുളത്ത് പള്ളി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കത്തോലിക്ക പള്ളി എക്യുമെനിക്കൽ കൺവെൻഷനാണ്. മാർത്തോമാ ദിവസം എന്നെയാണ് വിളിച്ചത്. ഞാൻ ഒത്തിരി പേരുണ്ട്. അന്നത്തെ ഇപ്പോഴത്തെ കാതലിക്ക ബാബ തിരുമേനിയായിരുന്നു അധ്യക്ഷൻ. ഒരുപാട് ആളുകളുണ്ട്. ഒരു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം പന്തലിന്റെ മധ്യഭാഗത്തുനിന്ന് ഒരു ചെറുപ്പക്കാരെ സൂട്ട് കേസ് എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി.
എനിക്ക് വളരെ ഓക്കേർഡായിട്ട് തോന്നി. എല്ലാവരും നിശബ്ദരായിട്ടിരിക്കുമ്പം ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ അച്ഛന്മാരുടെ തിരുമേനിയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ വന്നു, തിരിച്ചു വന്നു. എൻ്റെ സൂട്ട് കേസൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് എൻ്റെ കാൽക്കലോട്ട് കരഞ്ഞ് എങ്ങനെ വെച്ചിട്ട് എൻ്റെ കാൽക്കലോട്ട് അങ്ങ് വീണു. ഞാൻ പിടിച്ച് ചെന്തയെ കാണിക്കുന്നു. അദ്ദേഹം വെച്ചാൽ ഞാനാണ് അച്ഛൻ പ്രസംഗിച്ചത് ഇറങ്ങിപ്പോയത് ഞാനാണ്. എന്നെ പരിചയപ്പെടുത്തി. അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്, കത്തോലിക്ക സഭാംഗമാണ്, ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ബാങ്കിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരു മാസത്തേക്ക് കായംകുളം ബ്രാഞ്ചിലേക്ക് വന്നതാണ്. ഹോട്ടലിലാണ് താമസിക്കുന്നത്. ബാങ്കിൽ നിന്ന് ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്കാണ് യോഗം നടക്കുന്നത്. എന്നെ കുറെ കേട്ടേക്കാമെന്ന് കണ്ട് കയറിയിരുന്നതാണ്. പക്ഷെ കയറിയത് അബദ്ധമായിപ്പോയി. എങ്ങനെ പറയാം, കയറിയത് അബദ്ധമായിപ്പോയി. അച്ഛൻ പറയുന്ന ഓരോ വാക്കും എൻ്റെ നെഞ്ചിന് കൊണ്ടു. അടുത്ത വാചകം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പറയാണ്, ഞാൻ നന്നായി പോകുമോന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാൻ നന്നായി പോയാൽ ഇന്ന് ജീവിക്കുന്നത് പോലെ എനിക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. പലരോടും നോ പറയേണ്ടി വരും. അതെനിക്ക് ഒരു നഷ്ടബോധം ഉണ്ടാക്കി. ആ നഷ്ടബോധം എന്നെ വിമ്മിഷ്ടപ്പെടുത്തി. ആ വിമ്മിഷ്ടം കൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയതെന്നാൽ ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ ആരോഗ്യം പറയുന്ന പോലെ അരുത് പോകരുതെന്ന് പറയുന്ന പോലെ തോന്നി. ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ശരിയല്ലോ എന്ന് കരുതിച്ചാ ഞാൻ പള്ളിയുടെ വെളിയിൽ നിന്ന് പ്രസംഗം കേൾക്കുമായിരുന്നു. വെച്ചാൽ പിന്നെയും കരയാൻ പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് നോവും. ചിലരൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ഈ രാത്രി ഉപേക്ഷണത്തിന്റെ രാത്രിയായിത്തീരണം. മാനസാന്തരത്തിന്റെ ആദ്യത്തെ പടി സ്വീകരണമല്ല, ഉപേക്ഷണമാണ്. എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടതുണ്ടെന്ന് ദൈവം നിങ്ങളെ ഓർപ്പിക്കുന്നുവെങ്കിൽ ദൈവം വിശ്വസ്തൻ. നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കാരണം പുതിയൊരു ജീവിതത്തിനായി ഒരുങ്ങണം. വിടേണ്ടത് വിടണം. നോവും വേദന എടുക്കാതെ ദൈവത്തോടെ യാത്ര സാധ്യമല്ല. രണ്ടാമത് നമ്മൾ വായിക്കുന്നത് ദൈവം വിശ്വസ്തൻ. 1 കൊരിന്ത്യർ 1:9 വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. പാപം ക്ഷമിച്ച് അങ്ങ് അകറ്റി നിർത്തുകയല്ല. പാപം ക്ഷമിക്കപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം. അപ്പൊ നമ്മൾ ആരാണ്? യേശു ആരാണ്? യേശു ആരാണ്? യേശു ദൈവത്തിന്റെ പുത്രൻ. നമ്മൾ ആരാണ്? നാം യേശുവിന്റെ അതേ പദവിയിലേക്കാണ് നമ്മളെ ഉയർത്തിയിരിക്കുന്നത്. യേശു പോയ സ്വർഗത്തിലേക്കാണ് നാം പോകുന്നത്. അപ്പൊ നമ്മൾ ആരാണ്? നമ്മൾ സാധാരണക്കാരല്ല. നമ്മുടെ പാപം ക്ഷമിച്ച് പാപത്തിന്റെ ബന്ധത്തിൽ നമ്മളെ വിടുവിച്ച് നമ്മളൊരു പാപിയായിട്ടുള്ള ചിന്തയെ ഓർക്കാതെ വലിയൊരു പദവിയിലേക്ക് നമ്മൾ ഉയർത്തിയിരിക്കണം. ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലെല്ലാം വേണം. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. തോന്നുന്ന പോലെ ജീവിക്കാൻ നമുക്ക് അവകാശമില്ല. മറ്റുള്ളവരുടെ വ്യത്യസ്തത. അതാണ് നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? നമ്മൾ വ്യത്യസ്തരായി ജീവിക്കണം. നമ്മുടെ സ്റ്റാൻഡ് മാറിയാൽ പോരാ, സ്റ്റാൻഡേർഡ് മാറണം. ക്രിസ്ത്യാനി ആയതിനു മുമ്പുള്ളതും ആയതിനു ശേഷമുള്ള ഒരു വ്യത്യസ്തത ഉണ്ടാകണം. ഞാൻ പറഞ്ഞില്ല, ആ നാടിനെ കിടിലം കൊള്ളിപ്പിച്ച എൻ്റെ പിതാവ് സുവിശേഷകനായി കഴിഞ്ഞപ്പോൾ ആ നാട്ടുകാർ ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ രൂപം മാറി, ഭാവം മാറി. ഈ ഒരു വ്യത്യസ്തത നമ്മുടെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും വേണം. കൃഷിയിടങ്ങളിലാണെങ്കിലും ശരി, വ്യാപാരയിടങ്ങളിലാണെങ്കിലും ശരി, യുവാക്കളാണെങ്കിലും ശരി, പ്രായമുള്ളവരാണെങ്കിലും നമ്മൾ വ്യത്യസ്തരാകണം. ഒഴുക്കിന് അനുകൂലമായി നീന്തരുത്. ഒഴുക്കിന് അനുകൂലമായി നീന്തുന്ന ആരാണ്? ചത്ത മത്സ്യങ്ങളാണ്. ജീവനുള്ള മത്സ്യങ്ങൾ എപ്പോഴും ഒഴുക്കിനെതിരെ നീന്തും. ഒഴുക്ക് നമുക്ക് എതിരാണ്. ഈ നമ്മുടെ ഈ കോതമംഗലത്തെ കുട്ടമ്പുഴ, വടാട്ടുപാറ പ്രദേശത്തെ ഒഴുക്കിനനുസരിച്ച് അങ്ങ് നീന്തുന്ന ചത്ത മത്സ്യങ്ങളാകരുത് നമ്മൾ. വ്യത്യസ്തരാണ്. നഷ്ടം വരും. ഞാൻ പറഞ്ഞത് നഷ്ടം വരും. ഞാൻ അച്ഛനായിട്ട് ആദ്യം പോയത് പാറ്റ്നയിലാണ് 1982. പാറ്റ്ന, അതിൻ്റെ കൂടെ 3-4 കോൺഗ്രിഗേഷൻസ് ഉണ്ട്. ദർബംഗ, മുസഫർപൂർ, ബോധഗയ, ബറോണി. ഈ 4 കോൺഗ്രിഗേഷൻസ് ഉണ്ട്. പിന്നെ സ്കൂളുണ്ട്. എൻ്റെ എല്ലാം ചുമതലയായിരുന്നു എനിക്ക്.
ദർഭംഗ എന്ന് പറഞ്ഞെങ്കിൽ നോർത്ത് ബീഹാറിലെ ഒരു പട്ടണമാണ്. പാറ്റ്നയിൽ 250 കിലോമീറ്റർ വടക്കോട്ട് പോകണം. അവിടെ 5 മർത്തമ്മ വീടുകളുണ്ട്. പിന്നെ 2-3 CSI ഓർത്തഡോക്സുകാരൊക്കെ, അതെല്ലാം നമ്മുടെ കൂടെ വരും. പിന്നെ കുറേ നേഴ്സിംഗ് മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ട്. അവിടെ ഞാൻ ആരാധനയ്ക്ക് പോകുന്നത് 2 മാസത്തിലൊരിക്കലാണ്. ഒരു ശനിയാഴ്ച പോകും. ശനിയാഴ്ച മല്ലപ്പള്ളിക്കാരനായ ഒരു ഈപ്പച്ചൻ്റെ വീട്ടിൽ താമസിക്കും. ഞായറാഴ്ച രാവിലെ അദ്ദേഹത്തിന് മകൻ സണ്ണിയും എന്നെ പള്ളിയിലോട്ട് കൊണ്ടുപോകും, സൈക്കിൾ റിക്ഷായി. അങ്ങനെയാണ് പതിവ്. ഒരിക്കൽ ഞാനും സണ്ണിയും കൂടെ സൈക്കിൾ റിക്ഷായിൽ ഇങ്ങനെ പോവാണ് ദർഭംഗയിലൂടെ, മുസ്ലിം സ്ട്രീറ്റിലൂടെ. അന്ന് അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ മാത്രം താമസിക്കുന്ന അവർ മാത്രമേ കാണത്തുള്ളല്ലോ. അതിലൂടെ റിക്ഷ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ച രാവിലെ. അപ്പോൾ അച്ചോ എന്നൊരു വിളി കേൾക്കാം. ഞാൻ വിചാരിച്ചു ഈ മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്നത് എന്നെ ആരും അച്ചോ എന്ന് വിളിക്കാനാണ്, വല്ലൊരു ഹിന്ദിയിൽ അച്ഛ എന്ന് പറഞ്ഞതായിരിക്കും എന്നുകൊണ്ട് ഞാൻ റിക്ഷ വിട്ടോളാൻ പറഞ്ഞു. റിക്ഷ പോയി പിന്നെ കേൾക്കാം അച്ചോ. ഞാൻ അച്ഛ വിളിച്ചതെന്ന് കൊണ്ടിട്ട് കയ്യും പൊക്കിരിക്കുന്നു. നോക്കിയപ്പോൾ ഒരു മതിൽക്കെട്ടിനകത്ത് ഞാൻ അച്ഛ വിളിച്ചത്. എന്താ പറയുക, ഞാനും ഒരു മർത്തമാക്കാരനാണ് അച്ഛാന്ന്. അങ്ങനെ ഒരു മർത്തമാക്കാരൻ അവിടെ ഉണ്ടെന്ന് എനിക്കും അറിയത്തില്ല, സണ്ണിക്കും അറിയത്തില്ല, ഈപ്പച്ചനും അറിയത്തില്ല. എന്നെ അത്ഭുതപ്പെടുത്തി എന്താണെന്നറിയാം, അദ്ദേഹത്തിന്റെ മദീനയിൽ എഴുതി വെച്ചിരിക്കുന്ന പേര് യൂസഫ് ഇബ്രാഹിം. അതുകൊണ്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. യൂസഫ് ഇബ്രാഹിം എന്ന് ഒരു മർത്തമാക്കാരനുണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതം. ഞാൻ പേരിലോട്ട് നോക്കി, അയാളുടെ മുഖത്തോട്ട് നോക്കി പേര് അയാൾ നല്ല വിളഞ്ഞ് കൊണ്ടൊടിഞ്ഞ മർത്തമാക്കാരനാണ്. തിരുവല്ല കുമ്പനാട് ഏരിയക്കാരനായിരിക്കും. വിളഞ്ഞ് കൊണ്ടൊടിഞ്ഞ മർത്തമാൻ. ഒറ്റ നോടത്തിൽ കാര്യം പിടിക്കും. അയാൾ പറയും അച്ഛൻ എൻ്റെ പേര് ജോസഫ് എബ്രഹാം എന്നാണ്. അത് തന്നെ എനിക്ക് യൂസഫ് ഇബ്രാഹിം. ഇവരിടയ്ക്ക് താമസം ഞാനായിട്ട് എങ്ങനെ അച്ഛൻ വഴക്കിന് പോകുന്നത്. സ്വത്രാഴ്ച 2 മാസവരെയും കൊടുക്കും. ഇടയ്ക്ക് പ്രാർത്ഥിച്ചു ഇവനാ ചത്തവൻ. പേരും മാറി നാളും മാറി ഒഴുക്കിന് അനുകൂലമായിട്ട് അങ്ങ് ജീവിക്കുക. അങ്ങനെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചെങ്കിൽ ജീവൻ പോയാലും നമ്മൾ അതിൽ നിലനിൽക്കണം. ആ കൂട്ടായ്മയിലേക്ക് വിളിക്കുക. നമ്മൾ ആരാണ്? അംബാസഡേഴ്സാണ്. യേശു ക്രിസ്തുവിന്റെ അംബാസഡേഴ്സാണ്. പിന്നെ എന്തിനെ പേടിക്കുന്നത്? ഞാൻ വിടണം. ഇന്നലെ നമ്മൾ ആരാണ്? യേശു ക്രിസ്തു വിലയേറിയ രക്തം നൽകി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് നമ്മൾ. ഈ ഒരു പദവി നമുക്ക് വേണം. പദവി കളഞ്ഞു വിളിക്കരുത്. യേശുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. വലിയൊരു പദവിയാണത്, വലിയ പദവിയാണ്. എവിടെ നിന്നാലും സധൈര്യം ഞാൻ വിളിച്ചു പറയാം യേശു ക്രിസ്തു ഏക രക്ഷകനും. ഇനി ഭയമില്ല, കാരണം എന്നെ വിളിച്ചിരിക്കുകയാണ് ദൈവം. നമ്മളെ ഓരോരുത്തരും വിളിച്ചിരിക്കുകയാണ്. മുൻപ് നമ്മൾ പാപത്തിന്റെ ബന്ധനത്തിലായിരുന്നു, സാത്താന്റെ അധീനതയിലായിരുന്നു. അവിടെ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. ആ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി നമ്മൾ ആ പദവി നിങ്ങൾക്കുണ്ടോ? ഒരു ഓർമ്മ നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? മാലാഖമാർ ആരാധിക്കുന്നവനായ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ദൈവദൂതന്മാർ ആരാധിക്കുന്നവനായ ആ ദൈവത്തെ ആരാധിക്കുവാനുള്ള പദവി നമുക്ക് നൽകിയിരിക്കുന്നു. ഈ ഒരു പദവി ജീവിക്കണം നമ്മൾ. നമ്മളെ കാണുന്നവർ യേശുവിനെ കാണണം. ഇങ്ങനെ വ്യത്യസ്തരായി ജീവിക്കാനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ട് നമ്മൾ വ്യത്യസ്തരായിരിക്കണം. നമ്മളിങ്ങനെ പഴയ രീതി ജീവിക്കരുത്. ആ ഒരു വ്യത്യസ്തത, ഡിഫറൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ അധികം നീട്ടുന്നില്ല, ഞാൻ അടുത്ത പോയിന്റ് പോകാം. അതുകൊണ്ട് ഒന്നാമത് ഞാൻ പറഞ്ഞത് നമ്മുടെ പാപം ക്ഷമിക്കുവാൻ ദൈവം വിശ്വസ്തൻ. രണ്ടാമത് പാപം ക്ഷമിച്ച് നമ്മെ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് ഉയർത്തുവാൻ ദൈവം വിശ്വസ്തൻ. യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് ഉയർത്തുവാൻ ദൈവം വിശ്വസ്തൻ. മൂന്നാമത് 1 കൊരിന്ത്യർ 10-13 വാക്യത്തിൽ പറയുന്നു, മനുഷ്യർക്കുണ്ടാകുന്ന പരീക്ഷകൾ നിങ്ങൾക്കും ഉണ്ടാകും, പക്ഷെ ദൈവം വിശ്വസ്തൻ. പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തൻ. അതുകൊണ്ട് നാം രക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ടോ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ ജീവിക്കുന്നു എന്നതുകൊണ്ടോ പരീക്ഷയും പ്രശ്നവും ഉണ്ടാകില്ല എന്ന് വിചാരിക്കരുത്. മറ്റുള്ളവർക്കുണ്ടാകുന്ന എല്ലാ പരീക്ഷയും നമുക്കുണ്ടാകും. കോവിഡ് നമുക്ക് വരും, പ്രളയം വന്നാൽ നമ്മുടെ പള്ളിയിൽ മുങ്ങും, അതിന് വ്യത്യാസമുണ്ട്. പക്ഷേ പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് നൽകുവാൻ ദൈവം വിശ്വസിക്കും. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ ദൈവം ഇടപെടും. ആ ഒരു വിശ്വാസം നമുക്ക് വേണം. അതൊക്കെ നിങ്ങൾ അനുഭവിച്ചു. രോഗസൗഖ്യം എത്രയോ പ്രാവശ്യം നമ്മൾ ICU പ്രവേശിച്ചില്ലേ? ദൈവം അത്ഭുതമായിട്ട് ഇറങ്ങിക്കൊണ്ട് വന്നില്ലേ? ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്നില്ലേ? ആർക്കും കയറി വരാനൊക്കാത്ത ICU കിടന്നപ്പോൾ ദൈവം തമ്പുരാൻ കയറി വന്നില്ലേ?
ദൈവം സൗഖ്യം നൽകുവാൻ വിശ്വസ്തനാണ്. പ്രശ്നപരിഹാരത്തിന് ദൈവം വിശ്വസ്തനാണ്. ആറന്മുള സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ എൻ്റെ ഒരു ഫ്രണ്ടാണ്. കുറേ നാൾ മുമ്പ് അദ്ദേഹം എന്നെ കാണാൻ ഒരു ദിവസം വീട്ടിൽ വന്നു. സന്ദീപ് എൻ്റെ ഒരു കൂട്ടുകാർ, ഓർത്തഡോക്സ് സഭാംഗമാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛനോട് ഞാൻ പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ഭാര്യയാണ് മാരകമായ രോഗം ബാധിച്ച് എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ്. 2 ആഴ്ചക്കകം അവരുടെ ഒരു കാല് മുറിച്ച് കളയും, വലത് കാല് മുറിച്ച് കളയും. ഇത്ര മാരകമായ രോഗബാധിതയായി പ്രവേശിക്കുകയായിരുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്. ഇവർക്ക് 33 വയസ്സാണ്. അദ്ദേഹത്തിന് അനിയൻ്റെ ഭാര്യയാണ്. അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ജീപ്പിൽ തിരുവനന്തപുരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി. ഡ്രൈവറോട് അദ്ദേഹം പോയപ്പോൾ അവിടെ പുത്തരിക്കണ്ടം മൈതാനത്ത് പോട്ട ആശ്രമത്തിലെ ധ്യാനം നടക്കുക. അപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്നു, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, രാജാവായി വേഗം വരുന്നു. ഇദ്ദേഹത്തിനത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയത്തിയെ കുറിച്ച് ഓർമ്മ വന്നു. ഒന്ന് പ്രാർത്ഥിപ്പിക്കാം. അദ്ദേഹം ആ ജീപ്പയിൽ ഇരുന്നുകൊണ്ട് ആ ബാനറിന്റെ താഴെ കണ്ട ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ ആ കോള് ചെന്നത് പോട്ട ആശ്രമത്തിലാണ്. ആശ്രമത്തിൽ റിസപ്ഷനിൽ ഇരിക്കുന്ന സിസ്റ്റർ ആ ഫോൺ എടുത്തു. എന്ന് അദ്ദേഹം പറഞ്ഞു, ആറന്മുള SI ആണ്. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞിട്ട് കാര്യം പറഞ്ഞാട്ടെ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അനിയത്തി മാരകമായ രോഗബാധിതയായി മാതാ അമൃത ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ്. 10 ദിവസത്തിന് അവരുടെ കാല് മുറിച്ച് കളയും. അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറയാം, അച്ഛാ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. സ്വർഗസ പ്രാർത്ഥന പിന്നെ അവരെ കന്യമറിയാനുള്ള അപേക്ഷയും പരിമലത്തിനുള്ള പ്രാർത്ഥനയല്ലാതെ എനിക്ക് വാചാ പ്രാർത്ഥന അറിയാവുന്ന ആളല്ല. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ആ ഭാഗത്ത് നിന്ന് കോട്ടയം ആശ്രമത്തിൽ നിന്ന് സിസ്റ്റർ എന്നോട് പറഞ്ഞു, സഹോദര, ഈ രാത്രി തന്നെ നിങ്ങളുടെ സഹോദരിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആശുപത്രിയിലേക്ക് പോവുക. അവിടെ ചെന്ന് ആ സഹോദരിയുടെ ഏത് ഭാഗത്താണ് രോഗമുള്ളത് അവിടെ തൊട്ടുകൊണ്ട് കാൽവരി ക്രൂശിച്ചതിന്റെ പുണ്യാഹ രക്തമേ എന്റെ സഹോദരിയെ പ്രവഹിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തു, കാൽവരി ക്രൂശിച്ചതിന്റെ പുണ്യാഹ രക്തമേ എന്റെ സഹോദരിലേക്ക് പ്രവഹിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇതേ ഞാൻ പറഞ്ഞല്ലോ, വാചാ പ്രാർത്ഥന അറിയാവുന്ന ഒരാളല്ല. അദ്ദേഹം ജീപ്പയിൽ ആ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറാ രാത്രി തന്നെ മാതാ അമൃത ഹോസ്പിറ്റലിലേക്ക് പോയി. രാത്രി 12 മണി കഴിഞ്ഞാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ ആ സിസ്റ്ററിന്റെ ജ്യേഷ്ഠത്തെയാണ് സഹായിക്കാൻ നിൽക്കുന്നത്. ഇദ്ദേഹം ഒന്നും പറയാതെ പോലീസ് വേഷം തന്നെ മുട്ടുമടക്കി ആ സഹോദരന്റെ മുറിവേറ്റ ആ വേദനയുള്ള ഭാഗത്ത് കാലിൽ തലോടിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കാൽവരിയുടെ പുണ്യാഹ രക്തമേ എന്റെ സഹോദരിയെ സൗഖ്യമാക്കണമേ എന്ന് നേരം വെളുക്കുന്നവരെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നോട് അദ്ദേഹം ഒന്ന് പറയാ, അച്ഛാ, ഡോക്ടർമാർ വന്നുകൊണ്ടിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കാല് മുറിക്കണമെന്ന് പറഞ്ഞ ഡോക്ടർ പറയുക, അത്ഭുതമായിരിക്കുന്നത് അത്ഭുതകരമായി സൗഖ്യം വന്നിരിക്കുന്നു, ഇനി കാല് മുറിക്കേണ്ട ആവശ്യം. ദൈവത്തിന് സ്തോത്രം. അച്ഛൻ വന്ന് നോക്കാൻ പറയുമ്പോൾ ആരോഗ്യത്തോടെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്നോട് എന്തിനാ ഇത് പറഞ്ഞ് എന്നെ പറഞ്ഞെന്താണെന്നറിയാമോ? അച്ഛൻ പലയിടത്ത് പ്രസംഗിക്കാൻ പോകുന്ന ആളാണല്ലോ. ഞങ്ങളുടെ സഭയിൽ ഇങ്ങനെ ഒരു ചാൻസ് ഇല്ല സാക്ഷ്യം പറയാൻ. എന്താ അച്ഛാ, എല്ലായിടത്തും ഇത് പറയണമെന്ന്. സഹോദരിക്ക് ദൈവം സൗഖ്യം നൽകിയ കാര്യം, പരീക്ഷകളോടുകൂടെ നീക്കുപോക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം വിശ്വസം. അതുകൊണ്ട് ഭയപ്പെടേണ്ട. യേശുവിന്റെ രക്ഷകനായ ദൈവമക്കളായ ജീവിക്കുന്ന ദൈവമക്കൾക്ക് ഭാരവും പ്രശ്നവും വരും. ഞാൻ പറഞ്ഞല്ലോ, അടിച്ച് പുറത്താക്കിയതാണ്, പടിയടച്ച് പിണ്ടം വെച്ച് ഇറക്കി വിട്ടതാണ്. നീ ഇതിന്റെ മക്കളും കൂടെ വഴിയെ തെണ്ടുമെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. അന്ന് തിരിച്ചു വരില്ലെന്ന് പറഞ്ഞാൽ വിട്ടെ. അന്ന് എൻ്റെ പിതാവിന്റെ വിശ്വാസ തീഷ്ണതയിൽ അദ്ദേഹം പറഞ്ഞു എന്നാ പറയുന്നത്, അമ്മേ, എന്നെ വിളിച്ച ദൈവം വിശ്വസൻ, ഒരിക്കലും ഉപേക്ഷയിലേക്ക് മടങ്ങി വരികയില്ല എന്നും പറഞ്ഞുകൊണ്ട് 5 മക്കളെയും കയ്യിൽ പിടിച്ച് 4 മക്കളെയും കയ്യിൽ പിടിച്ച് പെരുവഴിയിലേക്ക് ഇറങ്ങിയ ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. യേശുവിന് വേണ്ടി എല്ലാം തിരിച്ചൊരു കുടുംബമാണ്. യേശുവിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തിയ കുടുംബമാണ്. ഞങ്ങളുടെ കുടുംബത്തെ മാർത്താമ്മ സഭ സ്വീകരിച്ചു. എൻ്റെ പിതാവിന് തിരുവല്ല ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനായിട്ട് യൂഹാനന്ദന് വേണ്ടി അവസരം കൊടുത്തു.
തിരുവല്ല ബൈബിൾ മിഷനിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ സുവിശേഷ പ്രസംഗ സംഘത്തിലെ സുവിശേഷകനാക്കി. സുവിശേഷ പ്രസംഗ സംഘത്തിൽ സുവിശേഷകനായി താമസിക്കാൻ മിഷൻ വീട് കിട്ടും. കാരണം ഞങ്ങളുടെ വീടെല്ലാം പോയതാണ്. അങ്ങനെ ഞങ്ങൾ മിഷൻ വീട്ടിലാണ് താമസിച്ചതും വളർന്നതുമെല്ലാം. ആദ്യമായിട്ട് അദ്ദേഹം നീങ്ങിയത് മലയാലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മലയാലപ്പുഴ പത്തനംതിട്ട കിഴക്കുള്ളൊരു സ്ഥലമാണ്. അന്ന് ഇന്നും സുവിശേഷ പ്രവർത്തന തടസ്സമുള്ള ഒരു സ്ഥലമാണ്. അവിടെ മിഷൻ മാർത്തോമാ സഭയ്ക്ക് ഒരു മിഷൻ വീടും മിഷൻ ഫീൽഡും ഒക്കെ ഉണ്ട്. പക്ഷെ ആരും അവിടെ പ്രവർത്തിക്കാൻ പോകത്തില്ല. അത്രയൊരു സ്ഥലമാണ്. എൻ്റെ പിതാവിനോട് യുവനന്ദിന് വേണ്ടി ചോദിച്ചു, പിള്ളേച്ചൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ സധൈര്യം പോയതാണ്. ഒരിക്കൽ അവിടുത്തെ ഉത്സവത്തോടനുബന്ധിച്ച് എൻ്റെ അപ്പച്ചനോട് അവിടെ കുമ്പളാംബിക സെൻ്ററുകാർ പരസ്യയോഗം നടത്തി. ആ പരസ്യയോഗം എൻ്റെ അപ്പച്ചൻ പ്രസംഗിച്ചു. എൻ്റെ അമ്മച്ചി സാക്ഷ്യം പറഞ്ഞു. ഒരുപാട് ആളുകൾ കൂടി. ഉത്സവത്തോടനുബന്ധിച്ചാണ് മലയാളപ്പുഴ ക്ഷേത്രത്തിൽ. ഞങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ട ഒത്തിരി വീട്ടുകാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും ഇവിടെ കൂടി. പക്ഷെ അന്നേരം ഒരു തടസ്സം ചെയ്തില്ല, ശല്യവും ചെയ്തില്ല. എന്നാൽ അന്ന് രാത്രി അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത്, രാത്രി 12 മണി കഴിഞ്ഞ സമയത്ത് ഒരു വലിയ ശബ്ദ കോലാഹലം കേട്ട് എൻ്റെ മാതാപിതാക്കൾ വിളക്കും കത്തിച്ചു. അന്ന് മണ്ണെണ്ണ വിളക്കേ ഉള്ളൂ. മണ്ണെണ്ണ വിളക്ക് കത്തിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ടവരും അല്ലാത്തവർ 10-65 സഹോദരങ്ങൾ കമ്പും വടിയും കല്ലും ഒക്കെ ആയിട്ട് വന്നേക്കണം. അവനാണ് ബഹളം ഉണ്ടാക്കിയത്. അപ്പോൾ അവർ അപ്പച്ചൻ ചോദിച്ചു, ഈ രാത്രി നിങ്ങൾ എവിടെ പോവാം? അപ്പോൾ അവർ പറഞ്ഞു, നീ അമ്പലത്തേക്ക് പ്രസംഗിച്ചതിന് നിന്നെ ഉപദ്രവിക്കാൻ ഞങ്ങൾ വരുമെന്ന് വിചാരിച്ച് നീ നിന്റെ ആളുകളെ പത്തനംതിട്ടയിൽ നിന്ന് മണ്ണാരക്കുളങ്ങിൽ നിന്ന് മൈലപ്രായിൽ നിന്നൊക്കെ ഈ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടില്ലേ? അപ്പച്ചൻ പറഞ്ഞു, ഈ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും അല്ലാതെ ആരുമില്ല. അവർ പറഞ്ഞു, നീ കള്ളം പറയുകയാണ്. അപ്പച്ചൻ പറഞ്ഞു, വീട് തുറന്നു കിടക്കുന്ന നിങ്ങൾക്ക് നോക്കാം. അവർ പറഞ്ഞു. അങ്ങനെ അപ്പച്ചൻ ശടിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ മുകളിലെ റോഡിൽ കൂടെ വരുമ്പോൾ ഈ വീടിൻ്റെ മുറ്റത്തിൽ 100 ആണുങ്ങൾ നിൽക്കുന്നത് കണ്ടല്ലോ, നീ അവരെ എങ്ങോട്ട് മാറ്റി? അവർ ശടിച്ച് പറഞ്ഞു, 100 ആണുങ്ങൾ ഈ വീടിൻ്റെ ചുറ്റും നിൽക്കുന്നത് കണ്ടല്ലോ, നീ അവരെ എങ്ങോട്ട് മാറ്റി? അപ്പച്ചൻ പറഞ്ഞു, ഈ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും മക്കളും അല്ലാതെ ആരുമില്ല. അവരങ്ങനെ ശടിച്ച് പറഞ്ഞപ്പോഴാണ് എൻ്റെ വിശ്വാസത്തിൽ ശൈശവാവസ്ഥയിൽ എൻ്റെ പിതാവിന് കത്തിയത്. അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടു കാണും. കാരണം എന്നെ വിളിച്ചിറക്കിയവനായ ദൈവം വിശ്വസ്തനായ ദൈവമാണ്, സൈന്യങ്ങളുടെ ദൈവമാണ്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ ദൂതന്മാരെയാകാം. ഈ പള്ളിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സാക്ഷിക്കാമെന്ന് പിന്നെ അത്തരത്തിൽ പ്രശ്നം ഞങ്ങളുടെ സ്വന്തക്കാരൻ ഉണ്ടായിട്ടേ ഇല്ല. വിശ്വസ്തനായ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നീക്കുപോക്ക് നൽകുന്നവനായ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അത് നമ്മൾ വെറുതെക്കാരല്ല. ഇടത്തും വലത്തും മുൻപിലും പിൻപിലും തന്റെ ദൂതന്മാരെ വിടുവിക്കുന്നവനായ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതേ നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. നമ്മൾ അങ്ങ് പതറുന്നവരാണ്. നമ്മൾ അതിൻ്റെ ഇതിനെ പുറകെ പോകുന്നവരാണ്. ഒരു ചെറിയ പ്രയാസം വരുമ്പോഴത്തേക്കും ഇട്ടേച്ചു പോകുന്നവരാണ്. എല്ലാം നമ്മുടെ കൂടെ ഇരിക്കുന്നവനായ ദൈവം ജീവിക്കണം. 4-മതൊരു കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാണ്. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-2 അധ്യായങ്ങളൊക്കെ പറയുന്ന ഒരു പദമാണ്, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ദൈവം വിശ്വസ്തൻ. അപ്പോൾ ദൈവം തന്റെ ജീവൻ നല്ല രക്തം നൽകി നമ്മളെ വീണ്ടെടുത്തു. പാപം ക്ഷമിച്ച് നമ്മളെ ദൈവമക്കളാക്കി തീർത്തു. ദൈവമക്കളായ ജീവികൾ ഭാരങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നീക്കുപോക്ക് നൽകിക്കൊണ്ട് നമ്മളെ പരിപാലിച്ചു. എന്നാൽ അങ്ങനെ നമുക്ക് ഈ ലോകത്തിൽ അന്ത്യം വരെ ജീവിക്കാനൊക്കത്തില്ല. നമുക്കൊരു ന്യായവിധി ദിവസമുണ്ട്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കേണ്ട ഒരു അവസരമുണ്ട്. അന്ന് അവൻ നമ്മളെ തള്ളിപ്പറയുകയില്ല. ആ ദിവസം വരെ വീഴാ നിർത്തുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കേണ്ടവരാണെന്നൊരു ബോധ്യം എപ്പോഴും നമുക്ക് വേണം. നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും അതിന് ചേർന്നതായിരിക്കണം. എങ്ങനെയും ജീവിക്കാൻ നമുക്ക് അവകാശമില്ല. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കത്തക്കവണ്ണം വിശ്വസ്തയോടെ നമ്മൾ ജീവിക്കണം. അങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത്? ഈ രാത്രി കർത്താവിന്റെ വരവ് സംഭവിച്ചാൽ നമ്മൾ അവരോട് എടുത്തുകൊള്ളപ്പെടുമോ? നമ്മുടെ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞ ഒരു ഉപ്പാപ്പൻ കളിയല്ല. ഇത് വെറുതെ കളയാനുള്ളതല്ല. ദൈവം തന്റെ ജീവൻ കർത്താവ് തന്റെ രക്തം നൽകി നമ്മളെ വീണ്ടെടുത്തത് തന്നെ മണവാട്ടിയെ നമ്മളെ ചേർക്കുവാനാണ്. അവൻ വേഗം വരുന്ന സംഭവങ്ങൾ വിളിച്ച് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ നമ്മൾ യോഗ്യരാണോ? ഈ രാത്രിയുടെ ജീവനെ ചോദിച്ച നിത്യത എവിടെ കഴിയും? നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങേണ്ടവരാണ്. കർത്താവ് വിശ്വസ്തൻ. നമ്മളെ തള്ളിക്കളയാതെ അവിടെയും നമ്മളെ നിർത്തുവാൻ തക്കവണ്ണം, വീഴാ നിർത്തുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തൻ. ആ വിശ്വസ്തനായ ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ലോകത്തിൽ നമ്മൾ ദൈവമക്കളായി ജീവിക്കുക, അതിനുശേഷം കർത്താവ് ഒരുക്കുന്ന നിത്യഭവനത്തിൽ അവനോടുകൂടെ വസിക്കുക. അതാണ് സുവിശേഷം. അതിനുവേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിൽ വന്ന ജീവനെ നൽകി നമ്മളെ വീണ്ടെടുത്തത്. കർത്താവ് എനിക്ക് വരുവാൻ എങ്ങനെ? കർത്താവ് കള്ളനെ പോലെ വരുമെന്നാവും എന്ന് പറഞ്ഞാൽ അല്ലേ? കർത്താവ് കള്ളനെ പോലെ വരുമെന്നല്ലേ? കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കള്ളൻ വരുന്നത് എന്തിനാണ്? കള്ളൻ വരുന്നത് നിക്ഷേപം എടുക്കാനാണ്. നിക്ഷേപം.
എന്താ ദൈവത്തിന്റെ നിക്ഷേപം? യഹോവ യാക്കോബിനെ തനിക്കായിട്ട് ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. യാക്കോബ് തന്നെയാണ് ഇസ്രായേൽ. രൂപാന്തരപ്പെട്ട യാക്കോബാണ് ഇസ്രായേൽ. എല്ലാവരും ദൈവത്തിന്റെ വകയാണ്. എന്നാൽ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ നിക്ഷേപമായി മാറുന്നത്. ദൈവത്തിന്റെ നിക്ഷേപം എന്ന് പറഞ്ഞ സഭയാണ്. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കുന്ന ദൈവമക്കളാണ് ദൈവത്തിന്റെ നിക്ഷേപം. അവരെ ചേർക്കുവാനായിട്ടാണ് കർത്താവ് വരുന്നത്. അതുകൊണ്ടാണ് കള്ളനെ പോലെ വരുമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി കർത്താവിന്റെ വരവ് സംഭവിച്ചാൽ ഞാൻ അവനോട് എടുത്തുകൊള്ളപ്പെടും എന്നെല്ലാവരും ഉറപ്പാണ്. പാപം ക്ഷമിച്ച ദൈവം, പാപം ക്ഷമിച്ച ദൈവമക്കളാക്കി തീർത്തവനായ ദൈവം, നമ്മുടെ ഓരോ പ്രതിസന്ധിനും കരുതുന്നവനായ ദൈവം അന്ത്യം വരെ നടത്താൻ വിശ്വസ്തനായി ജീവിക്കുന്നു. അവനോടുകൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഒരുക്കമുള്ളവരായി നാം ജീവിക്കണം. നമ്മുടെ കുറവുകളെല്ലാം ഈ രാത്രി ദൈവസ്ഥനിൽ ഏറ്റു പറയണം. രഹസ്യപാപങ്ങളാണെങ്കിൽ പരസ്യപാപങ്ങളും വെച്ചുകൊണ്ട് ദൈവത്തോടെ യാത്ര സാധ്യമല്ല. ഒന്നുകിൽ പാപം നിന്നെ ദൈവത്തിൽ നിന്നകറ്റും, അല്ലെ ദൈവം നിന്നെ പാപത്തിൽ നിന്നകറ്റും. അതുകൊണ്ട് പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്നവരായി നമ്മളെ രക്ഷിതനും മക്കളും അവകാശികളുമാക്കി തീർത്ത് സ്വർഗത്തിന് അവകാശികളാക്കി തീർത്തിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം തിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം തിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നു.